ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിൽ മെല്ലെപ്പൊക്കുണ്ടായെന്നൊരു ആരോപണവും വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് കോൺഗ്രസ് ദുരന്തബാധിതർക്കായി ഭൂമി വാങ്ങിയത്. ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം കോൺഗ്രസിൻ്റെ വയനാട്ടിലെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐസക് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പണി ആരംഭിച്ചോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാന ദിവസമാണ്. 18 വീടുകളുടെ അനുമതിയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന് 30 ലക്ഷം രൂപ ചെലവിൽ 3 ബെഡ്റൂമുകൾ, ആ 3 ബെഡ്റൂമുകളിലായാണ് നമുക്ക് 18 വീടുകൾക്ക് നമുക്ക് അനുമതി ലഭിച്ചിട്ടുള്ളത്. കുടിവെള്ള വിതരണമടക്കം, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളടക്കം മറ്റ് അമ്യൂണിറ്റീസ്, ഒരു ഭവന സമുച്ചയത്തിന് വേണ്ട എല്ലാ അമ്യൂണിറ്റീസിനും വേണ്ട സ്ഥലം കൂടി ഞങ്ങൾ ഇതിനകത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടുകളിൽ ഒരു മോഡൽ ഹൗസിംഗ് പ്രോജക്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ എത്ര നാൾ കൊണ്ട് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി, യുദ്ധകാലാടിസ്ഥാനം എന്ന് പറയുമ്പോഴും അതിനൊരു സമയം അല്ല, നമ്മളിപ്പം ഈ നിർമ്മാണം നടത്തുന്നത് മലപ്പുറത്തെ ഒരു റെപ്യൂട്ടഡ് ഫേമാണ്. ഇന്നലെ KPC പ്രസിഡന്റ് അവരുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടു. എത്രയും പെട്ടെന്ന്, കാരണം എല്ലാ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവർ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്കിലും അധികം നീണ്ടുപോകേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന്. അപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കുന്ന അനുസരിച്ച് ഇപ്പോൾ 18 വീടുകളുടെ 1ാം ഘട്ടം നമ്മൾ പൂർത്തീകരിക്കും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് 2 ഏക്കർ 70 സെൻറ്റ് സ്ഥലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെ പേരിലുണ്ട്. അവിടെ നമ്മൾ പെർമിറ്റ് നമ്മൾ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു. അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. നേരത്തെ MP ആയിരുന്ന പ്രിയങ്ക ഗാന്ധി ഒപ്പം രാഹുൽ ഗാന്ധിയൊക്കെ ഒന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം 144 ദിവസത്തിലധികമായി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിട്ട്. ഇപ്പോൾ ഒരു ലോഡ് കല്ലിറക്കി. ഞങ്ങൾ നേരത്തെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ പണി ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? വളരെ പെട്ടെന്ന്. കാരണം സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയും വേഗം നടപ്പിലാക്കുന്നതിൽ പാർട്ടിയുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഇല്ലാത്തതാണെങ്കിൽ ഒരുപാട് അധിക്ഷേപങ്ങളും ആരോപണങ്ങളും പാർട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ടല്ലോ. ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളത്, കാരണം അതിനകത്ത് പ്രതിജ്ഞാബദ്ധമാണ് പാർട്ടി. അതിന് ഒരു രീതിയിലും ഇക്കാര്യത്തിലൊരു വീഴ്ച ഉണ്ടാവില്ല. എത്ര ഏക്കർ ഭൂമിയാണ് ഐസകേട്ടാ ഇപ്പോൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ, എത്ര വീടുകളാണ്? നമ്മളിപ്പോൾ നമ്മുടെ കൈവശത്തിലുള്ളത് 5.5 ഏക്കറോളം ഭൂമിയാണ്. അപ്പോൾ ഈ 5.5 ഏക്കറിൽ നമ്മൾ ഒന്ന് ഒരു 70 സെൻറ്റ് ബ്ലോക്ക് പ്രസിഡൻ്റെ പേരിലും ഒരു 2 ഏക്കർ 70 സെൻറ്റോളം DCCയും ബാക്കി KPC പ്രസിഡൻ്റെ പേരിലാണ് ഈ ഭൂമിയുള്ളത്. അപ്പോൾ നമ്മൾ 1ാം ഘട്ടത്തിലാണ് നമ്മൾ ഈ 18 വീടുകൾ നമുക്ക് പാസ്സായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ ഈ DCCയുടെ പേരിലുള്ള സ്ഥലത്തും നമ്മൾ പെർമിറ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകും. അലിക, ഈ സാധാരണഗതിയിൽ വീടുകളൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് സബ് ഡിവിഷൻ ചെയ്യണം. അതായത് റോഡുകൾ, മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വേർതിരിച്ചതിന് ശേഷമാണ് വീടുകളുടെ പ്ലോട്ടുകൾ തയ്യാറാക്കുക എന്നാണ് പഞ്ചായത്തിൽ നിന്ന് വിവരം ലഭിച്ചത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇവിടെ നമ്മൾ പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു മാനദണ്ഡവും ലംഘിക്കാതെ എല്ലാ നിയമാനുസൃതമായ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് നിർമ്മിക്കാനുള്ള നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എല്ലാ നിയമത്തിൽ നിന്നുകൊണ്ട് ഈ നടപടി സ്വീകരിച്ച് അത് ഏതൊക്കെ രീതിയിൽ വേണോ ആ രീതിയിലനുസരിച്ച് ഇത് പണി പൂർത്തിയാക്കാനുള്ള നടപടി പാർട്ടി സ്വീകരിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേഗത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിണറിൻ്റെയൊക്കെ നിർമ്മാണം എന്തായി? ഇപ്പോൾ കിണർ പണി കഴിഞ്ഞോ? അല്ല, കിണറിൻ്റെ പണി പൂർത്തീകരിച്ചല്ലോ. കിണറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള മുഴുവൻ വീടുകൾക്കും ആവശ്യമായ ശുദ്ധജല വിതരണത്തിന് വേണ്ടിയുള്ള കിണറാണ് നമ്മളവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മോഡൽ ഹൗസിംഗ് പ്രൊജക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഐസകേട്ടാ, നമുക്ക് നോക്കിയാൽ കാണാം, ഇത് വീടിന് വേണ്ടി തിരിച്ചിട്ടിരിക്കുന്നതാണോ? കയറ് കെട്ടി, കമ്പി കെട്ടിയിരിക്കുന്നത്? അത് ഫൗണ്ടേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പം മതിയായ തൊഴിലാളികളൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. തൊഴിലാളികൾ നമ്മൾ ഒരു തുടക്കം, ഇന്നിപ്പോൾ നമ്മൾ ഒരു സമയം നോക്കി നമ്മൾ ഇന്നലെ എഗ്രിമെൻറ്റ് വെച്ച് നമ്മൾ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഈ നിർമ്മാൺ കമ്പനി എന്ന് പറഞ്ഞാൽ അവർ വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള കമ്പനിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ DYFI അല്ലെങ്കിൽ CPM ഒക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അല്ലെങ്കിൽ അവർ പറഞ്ഞത് പ്രധാനമായും ആന ഇറങ്ങുന്ന കാടാണ്. ഇടയ്ക്ക് സമരങ്ങളൊക്കെ ഉണ്ടായി, കുടിൽകെട്ടി സമരമൊക്കെ നടത്തി. അല്ല, അത് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച ആളുകൾക്ക് കോൺഗ്രസിൻ്റെ ഭവന പദ്ധതി അധിക്ഷേപിക്കുന്ന എന്താ കാര്യം? സർക്കാരിൻ്റെ ഭവന പദ്ധതിയും പാർട്ടിയുടെ ഭവന പദ്ധതിയുമായിട്ട് എന്തിനാണ് താരതമ്യം ചെയ്യുന്നത്? ഞങ്ങൾ പിരിച്ച തുകയെ സംബന്ധിച്ച് KPC പ്രസിഡന്റ് കൃത്യമായ കണക്കുകൾ തന്നു. ആ പണം കൊണ്ട് ഭൂമി വാങ്ങാൻ പോലും തികയില്ല. പക്ഷേ പാർട്ടി പ്രഖ്യാപിച്ച ഭവന പദ്ധതി നമ്മൾ നടപ്പിലാക്കും. അപ്പം CPM നടന്ന സമരാഭാസമാണെന്നുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? കാരണം 45,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിച്ചു. കേരളം മുഴുവൻ ഒരു പ്രചന ആയുധമായിരുന്നു LDFൻ്റെ ഈ വയനാട്ടിലെ ദുരന്തബാധിതരുടെ ഫണ്ട് തട്ടിച്ച്. അതൊക്കെ കള്ളപ്രചരണങ്ങളായിരുന്നു എന്ന് അർഹിക്കുന്ന അവജ്ഞയോടെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ?
എന്തിനാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൻ്റെ പേരിൽ നമ്മൾ കൃത്യമായി LDFിനോടൊപ്പം അവരോടൊപ്പം എക്കാലത്ത് അവരെ കോട്ടയായിരുന്ന 2-3 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ലേ? കേരളം കാണിച്ചു തന്നില്ലേ? ഇപ്പോൾ ഈ സ്ഥലത്തിന്, അതായത് നേരത്തെ എടുത്ത 5.5 ഏക്കർ ഭൂമിയിൽ എത്ര വീടുകളാണ് നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചത്? 18 വീടുകൾ എന്നുള്ളത് തീരുമാനിച്ചതാണ്. 25 വീടും കൂടിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു ലേഔട്ട് അപ്രൂവലിംഗ് നമ്മൾ കൊടുത്തതിന് ശേഷം ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 50-ന് അടുത്ത് തന്നെ വീടുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പ്രിയങ്ക ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്തു. 144 ദിവസമായി. അപ്പോൾ ഒരു വലിയൊരു താമസം ഉണ്ടായി എന്നുള്ളത് ശരിയല്ലേ? അല്ല, താമസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഭൂമി നമ്മൾ പറയുന്നത് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭവന പദ്ധതിക്ക് ഒരു നിയമത്തിൻ്റെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഭൂനിയമങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമങ്ങൾ അനുസരിച്ചാണ് അവർ ഏറ്റെടുത്തത്. അപ്പോൾ തോട്ടഭൂമിയിൽ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി നിയമപരമായി ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടി. ഈ ഗവൺമെൻറ് സത്യസന്ധ ആത്മാർത്ഥം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാമായിരുന്നു? മാനദണ്ഡങ്ങളുടെ പേരിൽ പുറത്തുപോയ ആളുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതി, അത്തരത്തിൽ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിക്ക് തോട്ടഭൂമിയുടെ പ്രശ്നമില്ല, നിയമപരമായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എത്രയോ നേരത്തെ ഭൂമി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് താമസം വന്നത്. രണ്ടാമത്, ഒരു വീട് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റോഡിൻ്റെ വീതിയുടെ പ്രശ്നം വരുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു ഭവന സമുച്ചയമാകുമ്പോൾ വീടിൻ്റെ എണ്ണത്തിനനുസരിച്ച് സ്ക്വയർ ഫീറ്റിനനുസരിച്ച് റോഡിൻ്റെ വിഡ്ത്തിൻ്റെ പ്രശ്നം വരും. അപ്പം നിയമവിധേയമായി ഭൂമിയെ സംബന്ധിച്ച് ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ഇല്ലാത്ത നിയമപരമായി പക്ക ലാൻഡായിരിക്കണം. കൺസ്ട്രക്ഷൻ വയലേഷൻ ഉണ്ടാകാൻ പാടില്ല. പഞ്ചായത്ത് ബിൽഡിംഗ് ചട്ടങ്ങൾക്കനുസരിച്ചിരിക്കണം നിർമ്മാണം എന്ന നിശ്ചയദാർഢ്യം പാർട്ടിക്കുള്ളത് കൊണ്ടാണ് അതിനൊരു താമസം വന്നു. അല്ലാതെ മറ്റു നിലയ്ക്കുള്ള ആളുകൾ ചുമ്മാ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പിരിച്ച പൈസ സ്ഥലം വാങ്ങാൻ പോലും തികയാതെ കോടിക്കണക്കിന് രൂപ നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരു ഭവന പദ്ധതിയാണിത്. അപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ സുതാര്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഗുണഭോക്താക്കളുടെ എണ്ണത്തിലൊരു തീരുമാനമായോ? അല്ല, ഗുണഭോക്താക്കൾ സ്വാഭാവികമായിട്ട് ഒരുപാട് അപേക്ഷകൾ അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അന്തിമമായി തീരുമാനമെടുക്കേണ്ട ലിസ്റ്റ് ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. അപ്പം മാനദണ്ഡങ്ങളുടെ പേരിൽ പുറത്തായ അർഹരായ മുഴുവൻ ആളുകൾക്കും അവർക്ക് വീട് കൊടുക്കണം, അവരിതിൻ്റെ ഗുണഭോക്താക്കളായി മാറണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നമ്മളോട് പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ.